ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആദ്യം നമ്മൾ ഇന്നത്തെ എഡിറ്റോറിയൽ ഫസ്റ്റ് ഷോക്ക് പ്രൂഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്കൊരു എന്താ പറയുന്ന ഒരു അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ എഴുതിയെടുക്കാനെന്നുള്ളൊരു എഡിറ്റോറിയലൊന്നും അല്ല. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്രോസോഫ്റ്റ് ഈ ഇടയ്ക്ക് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ലോകത്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു മെജോറിറ്റി. അപ്പം മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇപ്പൊ നമ്മളുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നോക്കിയാലും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നോക്കിയാലും, ഇപ്പൊ സോഫ്റ്റ്വെയർ കമ്പനീസ് പോലുള്ള സംഭവങ്ങൾ, ബാങ്കുകൾ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, എല്ലായിടത്തും ഇത് മെജോറിറ്റിയും മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോസോഫ്റ്റിന്റെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത് ക്രൗഡ് സ്ട്രൈക്ക് എന്ന ഒരു കമ്പനിയാണ്. ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കമ്പനി ഫാൽക്കൺ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരാണ് മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ട പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫാൽക്കണില് ഒരു ഡിഫക്റ്റ് ഉണ്ടായി. ആ സമയത്ത് അവരത് ഒരു ഫിക്സ് ഇട്ടു. ആ ഫിക്സ് ഇട്ടതില് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് ഇന്ന് ഒരു സൈബർ അറ്റാക്ക് പോലെയാണ് ലോകം കരുതുന്നത്. പക്ഷെ അതൊരു സൈബർ അറ്റാക്ക് അല്ലെന്നാണ് ഈ ക്രൗഡ് സ്ട്രൈക്ക് കമ്പനി നൽകുന്ന വിശദീകരണം. പക്ഷെ അതിന്റെ സത്യങ്ങളൊക്കെ ഇനി പുറത്ത് വരത്തേ ഉള്ളൂ. കാര്യം ഇത്ര ലാഘവത്തോടു കൂടി ഒരു ഫിക്സ് ഇടാനും അതിൽ ഒരു ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായി ലോകം മുഴുവൻ ഇത്രയും വലിയ പ്രോബ്ലം, ഡെവലപ്ഡ് നേഷൻസോ ഡെവലപ്പിംഗ് നേഷൻസോ ഒന്നും ഇല്ല എന്ന വ്യത്യാസമില്ലാതെ ഇത്രയും വലിയ പ്രോബ്ലമാണ് ലോകം മുഴുവൻ ഉണ്ടായത്. അപ്പൊ അത്ര ഈസി ആയിട്ട് ഒരു കമ്പനി ഒരു ലാഘവത്തോടു കൂടി ഇത് ചെയ്യുമെന്നായിരുന്നു സംശയമുണ്ട്. അപ്പൊ അതൊരു സൈബർ അറ്റാക്ക് ആണോ ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഫാൽക്കൺ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നടന്നെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴും കമ്പനി ക്ലാരിഫൈ ചെയ്യുന്ന അങ്ങനെ അല്ലെന്നാണ്. എന്തായാലും ലോകം മുഴുവനുള്ള നമ്മൾ ഇന്ത്യയിൽ ഉൾപ്പെടെ എത്രയെങ്കിലും എയർ പ്ലെയിൻ സർവീസസ് വരെ നിലച്ചുപോയി. നമ്മളെ പല എയർപോർട്ടുകളിലും ബോർഡിംഗ് പാസ് ഉണ്ടല്ലോ, എഴുതി കൊടുക്കായിരുന്നു അവർ. നമുക്ക് ബോർഡിംഗ് പാസ് എഴുതി തരിക എന്ന് പറഞ്ഞൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് എയർപോർട്ടിൽ ചെല്ലുമ്പം അത്തരത്തില്. അതുപോലെ ഷോപ്പിംഗ് മാളുകളിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെയുള്ള ഷോപ്പിംഗ് മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആൾക്കാർക്ക് ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കാൻ പറ്റാതായി. അങ്ങനെ വലിയ പ്രോബ്ലം ആയിരുന്നു. അപ്പം ഇത് ഒരു കുത്തക കമ്പനിയുടെ, ഒരു മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള കമ്പനിയുടെ ഒരു സിസ്റ്റം മാത്രം ലോകം മുഴുവനും മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നതിന്റെ പ്രോബ്ലം ആണിത്. അപ്പം ഇതിന്റെ ഈ എഡിറ്റോറിയലിനകത്ത് പറഞ്ഞേക്കുന്നത്, ഇപ്പം നമ്മളെ കേരളത്തിലെ ചില ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അന്ന് കണ്ടൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇതിന്റെ പിറ്റേന്ന് ഇന്നലത്തെ, അതായത് മിനിഞ്ഞാന്നായി സംഭവം നടക്കുന്ന ഇന്നലത്തെ ന്യൂസ് പേപ്പേഴ്സിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, കേരള ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന പല സിസ്റ്റങ്ങളെ ഇത് ബാധിച്ചില്ല. കാരണം കേരള ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് കുറച്ച് ഇടതുപക്ഷ ചായവുള്ള ഗവൺമെന്റുകൾ ആയതുകൊണ്ടായിരിക്കാം ഉബുണ്ടു എന്ന് പറയുന്ന ലിനക്സിന്റെ, നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ ആണല്ലോ ഈ ലിനക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉബുണ്ടു എന്ന് പറയുന്ന ഒരു വെർഷനാണ് നമ്മൾ മിക്കവാറുള്ള പിന്നീട് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൈക്രോസോഫ്റ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരെ ബാധിക്കത്തില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, നമ്മളെ സ്ട്രാറ്റജിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും നമ്മളുടെ ഗവൺമെന്റിന്റെ സിസ്റ്റങ്ങളും എല്ലാം യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ, ഈ എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത്. അതിനപ്പുറം ആ ഒരു എഡിറ്റോറിയൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇനി മെഡൽ കൗണ്ട് എന്ന് പറഞ്ഞ രണ്ടാമത്തെ എഡിറ്റോറിയൽ, അതും അതുപോലെ തന്നെയാണ്. ഈ മെഡൽ കൗണ്ട് എന്ന് പറഞ്ഞ എഡിറ്റോറിയലും ഇപ്പൊ ജൂലൈ 26 പാരീസ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പാരീസിലാണ് മോഡേൺ ഒളിമ്പിക്സ്, അല്ലല്ല, ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൻസിലാണല്ലോ പുരാതന ഏൻഷ്യന്റ് ഒളിമ്പിക്സ് നടക്കുന്നത്. പക്ഷേ ഫ്രഞ്ചുകാരനായ പിയറി ഡി കുംബർട്ടൺ എന്ന് പറയുന്ന ആളാണ് മോഡേൺ ഒളിമ്പിക്സിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത്. അതേ ഫ്രഞ്ചുകാരനായിരുന്നു, ഈ ഫ്രാൻസുകാരനാണ്. അതേ ഫ്രാൻസിലാണ് ഇപ്പൊ വീണ്ടും ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്, പിയറി ഡി കുംബർട്ടന്റെ നാട്ടില്. അദ്ദേഹമാണ് മോഡേൺ ഒളിമ്പിക്സിന്റെ പിതാവ്. അദ്ദേഹം ആദ്യമായിട്ട് വീണ്ടും മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു പോയറ്റിക് ജസ്റ്റിസ് പോലെ പുരാതന ഒളിമ്പിക്സിന്റെ കേന്ദ്ര സ്ഥാനമായിരുന്ന ഗ്രീസിലെ ഏതൻസിൽ വെച്ച് തന്നെയാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഒളിമ്പിക്സ് വീണ്ടും അതിന്റെ മോഡേൺ ഒളിമ്പിക്സിന്റെ പിതാവ്, ഫാദർ എന്നറിയപ്പെടുന്ന പിയറി ഡി കുംബർട്ടന്റെ പാരീസിലെത്തിയാണ്. അപ്പൊ പാരീസില് ഒളിമ്പിക്സ് നടത്തുന്നവരാണ് IOC ആണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. IOC ആണ് ഒളിമ്പിക്സ് നടത്തിയ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലുസൈൻ ആണ്. ലുസൈൻ LOUSANE ആണെന്ന് തോന്നുന്നു ലുസൈന്റെ സ്പെല്ലിംഗ്. അത് സ്വിറ്റ്സർലാൻഡിലാണ് ലുസൈനിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ
ഹെഡ് ക്വാർട്ടേഴ്സ്. അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ബാച്ച് ആണ്. തോമസ് ബാച്ച് BACH ആണ്. തോമസ് ബാച്ച് ആണ് ഇപ്പോഴത്തെ IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇന്ത്യയിൽ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഈ IOCയുടെ അസോസിയേറ്റ് ആരാണെന്ന് വെച്ചാൽ IOA ആണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അവരുടെ ഇന്ത്യൻ അസോസിയേറ്റ് ആണ് IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PT ഉഷയാണ്. ഷീസ് ദ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് IOA, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സ് പ്രിപ്പറേഷൻസ് നടത്തുന്നത് വളരെ വളരെ പ്രതീക്ഷയോടെ കൂടിയാണ്. കാരണം ഇന്ത്യക്ക് ഒളിമ്പിക്സിലെ മെഡലൊന്നും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു 1980s അല്ലെങ്കിൽ 1990s ബിഗിനിങ് കാലഘട്ടത്തിലൊക്കെ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ മെഡലൊന്നും കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ലിയാണ്ടർ പേസ് ആണ് അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നത്. ലിയാണ്ടർ പേസ് ഇപ്പോൾ ഞാൻ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ പറയാം, അദ്ദേഹത്തിന് ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ടെന്നീസിലെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട രണ്ട് ടെന്നീസ് പ്ലേയേഴ്സ് ഇന്ത്യയിൽ നിന്നുള്ളത് വിജയ് അമൃതരാജും വേറെ ഒന്ന് ലിയാണ്ടർ പേസുമാണ്. ലിയാണ്ടർ പേസ് അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ, അറ്റ്ലാന്റ എന്ന് പറഞ്ഞ യുഎസിലെ അറ്റ്ലാന്റയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ടെന്നീസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡൽ നേടിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് മെഡൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒരു ബ്രേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മെഡൽ മാത്രമേ ഉള്ളായിരുന്നു ആ ഒളിമ്പിക്സിൽ. ഒരു ബ്രോൺസ് മെഡൽ മാത്രം കിട്ടി ഇന്ത്യ എന്ന് പറഞ്ഞ ഇത്രയും മഹാരാജ്യത്തിന് ലിയാണ്ടർ പേസ് വഴി. പിന്നീട് നടന്ന ഒളിമ്പിക്സിലെല്ലാം ഇന്ത്യക്ക് 2, 3, 5, 6 ഒക്കെ മെഡൽസ് കിട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നടന്ന കോവിഡിന് ശേഷം നടന്ന ഒരു വർഷം ഡിലേ ആയി 2020 കോവിഡ് ഒളിമ്പിക്സ് നടക്കേണ്ടത്. ഡ്യൂ ടു കോവിഡ് ദ ഒളിമ്പിക്സ് വാസ് പോസ്റ്റ്പോൺ ഫോർ 1 year, ബട്ട് ഇൻ 2021 ഒളിമ്പിക്സ് വാസ് ഹെൽഡ് പെർഫെക്റ്റ്ലി ബൈ ജപ്പാൻ. ദാറ്റ് വാസ് ഹെൽഡ് ഇൻ ദെയർ ക്യാപിറ്റൽ ടോക്കിയോയിലാണ് നടന്നത്. അപ്പൊ അതിലാണ് ഇന്ത്യ ആദ്യമായിട്ട് 7 മെഡൽസ് നേടുന്നത്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ മെഡൽസ് നേടിയ ഒളിമ്പിക്സ് ആണ് ലാസ്റ്റ് ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സ്. അതിൽ 7 മെഡൽസ് നേടിയ. സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു 10 മെഡൽ കിട്ടേണ്ടതാണ്. ഇന്ത്യയുടെ ഒരു മെഡലിന്റെ അടുത്ത് വരെ വന്നിട്ട് നഷ്ടപ്പെട്ട സംഭവങ്ങളുണ്ട് ഇന്ത്യക്ക് കഴിഞ്ഞ ഒളിമ്പിക്സിൽ. ഗോൾഫില് നമ്മൾ അവസാന നിമിഷം വരെ 3rd പൊസിഷനിലായിരുന്നു. ലാസ്റ്റിലാണ് നമുക്ക് ആ മെഡൽ വഴുതി പോയത്. വിമൻ ഹോക്കിയിൽ നമുക്ക് ബ്രോൺസ് മെഡൽ ഏതാണ്ട് ഒരു അടുത്ത് വരെ എത്തിയതാണ്. അങ്ങനെ കുറെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു 10 കിട്ടേണ്ട. അപ്പൊ 7 മെഡൽസ് കഴിഞ്ഞ തവണ കിട്ടി. ഇപ്പൊ ജൂലൈ 26 അതായത് 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഒളിമ്പിക്സ് ഒഫീഷ്യലി ഇനാഗുറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 100-ലധികം ആൾക്കാരെയും കൊണ്ടാണ് ഇന്ത്യ പോയേക്കുന്നത്. 117 ഇന്ത്യൻസ് ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 117 ഇന്ത്യൻസിൽ നിന്ന് ഇന്ത്യയുടെ ഹിസ്റ്ററിൽ ആദ്യമായിട്ട് 2 ഡിജിറ്റ് മെഡലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 10 അതിൽ കൂടുതലോ മെഡൽസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയാണെന്ന് കരുതി. അത് വിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇന്ത്യക്കുണ്ട്. നീരജ് ചോപ്ര ഒരു ഷുവർ മെഡൽ പ്രോസ്പെക്ട് ആണ്. അതുപോലെ ബാഡ്മിന്റണിൽ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം വേൾഡ് നമ്പർ 3 ആണ്. വേൾഡ് നമ്പർ 1 ആയിരുന്നു അവർ ഇപ്പൊ 3 ആണ്. അവർക്കൊരു സിൽവറോ ഗോൾഡോ ബ്രോൺസോ ഒക്കെ നേടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഷൂട്ടിങ്ങിൽ ലോകത്തിലെ ടോപ്പ് റാങ്ക്ഡ് ഷൂട്ടേഴ്സ് ഇന്ത്യ ഒരുപാടുണ്ട്. അതുപോലെ ഹോക്കിയിൽ ഇന്ത്യക്ക് കഴിഞ്ഞോണം മെഡൽ കിട്ടിയാണ്, ഇപ്രാവശ്യം മെഡൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അങ്ങനെ റെസ്ലിംഗില്, ഇതില്, പിന്നെ ബോക്സിംഗില്, ഇതിലെല്ലാത്തിലും ഇന്ത്യക്ക് മെഡൽ പ്രോസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മെഡൽ ചിലപ്പോൾ 10 വിൻ ചെയ്തുവിടാന്നില്ല. പക്ഷേ ആ ഒരു സമയത്തെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ കഴിഞ്ഞ കിട്ടിയ 7 കിട്ടണമെന്നില്ല, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതാണ്, അതിനെ കുറിച്ചാണ് ഈ സെക്കൻഡ് എഡിറ്റോറിയൽ. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ നേടിയ നീരജ് ചോപ്ര അല്ലാതെ അറിഞ്ഞിരിക്കണം. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഗോൾഡ് മെഡൽ, ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ മുമ്പ് അല്ലാതെ കിട്ടിയിട്ടുള്ളത് ഹോക്കിയിലാണ്. അത് ഇൻഡിവിജ്വൽ അതല്ലല്ലോ, അത് ടീം ഇവന്റ് ആണ്. ഇൻഡിവിജ്വൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗോൾഡ് മെഡൽ നേടിയത് അഭിനവ് ബിന്ദ്രയാണ്. അത് ഷൂട്ടിങ്ങിലാണ്, അഭിനവ് ബിന്ദ്ര. പക്ഷെ നീരജ് ചോപ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നീരജ് ചോപ്രയാണ് അത്ലറ്റിക്സിൽ നിന്ന് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ നേടിയ ആദ്യത്തെ ആള്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ നേടിയ ആദ്യത്തെ ആളാണ് നീരജ് ചോപ്ര. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എഡിറ്റോറിയൽ. പിന്നെ ഈ ഫോക്കസ് ഓൺ ഫീമെയിൽ എംപ്ലോയ്മെന്റ് ടു കൗണ്ടർ അൺഎംപ്ലോയ്മെന്റ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പല ആർട്ടിക്കിൾസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതും സെയിം തന്നെയാണ്, പക്ഷെ ആകെപ്പാടെ അതിന്റെ ഫോക്കസ് ഒന്ന് അവർ മാറ്റി പിടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഫീമെയിൽ അൺഎംപ്ലോയ്മെന്റിനെ അഡ്രസ് ചെയ്താൽ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് സിനാരിയോ ടോട്ടലി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമെന്നും സൊസൈറ്റിയിലും അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഒരു ഫാമിലി റൺ ചെയ്യുമ്പോൾ ഫീമെയിലിനും കൂടെ ഇൻകം ഉണ്ട്, ഫീമെയിലിനും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ ആ ഫാമിലിയുടെ എക്കണോമിക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നമുക്കറിയാൻ കാര്യമില്ല, അത് നമ്മളെയൊക്കെ വീടുകളിൽ തന്നെ ഉള്ള കാര്യമല്ലേ. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എംപ്ലോയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ആസ്പെക്ട് എന്നുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് ജനറേഷൻ കുറവാണെന്നും അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു എന്നുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടൊക്കെ ആദ്യം പറയുന്നുണ്ട്. അതുപോലെ LFPR കുറിച്ച് ഒരു വിശദമായിട്ട് പറയുന്നത്. LFPR എന്ന് പറഞ്ഞാൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. LFPR ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, അതായത് നമ്മളുടെ
നമ്മളുടെ പോപ്പുലേഷനിൽ എത്ര പെർസെന്റേജ് ആൾക്കാരാണ് ലേബർ അവർ ഈ മണി ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ലേബർ സെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ജോബുകളിൽ എൻഗേജ് ചെയ്തിരിക്കുന്നുള്ളതാണ് LFPR ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അതും ഗ്ലോബൽ ആവറേജ് നോക്കുമ്പോൾ ഇന്ത്യയിൽ കുറവാണ്. പ്രത്യേകിച്ച് വിമനിന്റെ മേഖലയിലൊക്കെ വിമനൊക്കെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറയുന്നത് ഗ്ലോബൽ ആവറേജ് 53.4% ഒക്കെ ഉണ്ട്. അതേസമയത്ത് ഇന്ത്യയിൽ അത് 23 അല്ലെങ്കിൽ ഒരു 30% റേഞ്ചിലൊക്കെ ഉള്ളു. അപ്പൊ അതിനെ കുറിച്ച് ഈ പറഞ്ഞുണ്ട് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറയുന്നു. കഴിഞ്ഞ 10 വർഷത്തെ മുന്നിലുള്ള ഫിഗർ എടുത്ത് നോക്കിയിട്ട് ഇപ്പോഴത്തെ ഫിഗർ എടുത്ത് നോക്കിയാൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ മെയിലിന്റെ കാര്യത്തിലും ഓരോ വർഷം കഴിയുമ്പോൾ കുറഞ്ഞു വരികയാണ്. നല്ലതല്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞിട്ട് സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെന്റ്, സ്ത്രീകള് ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് സ്ത്രീകൾ ഗ്ലോബൽ ആവറേജ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഭയങ്കര കുറവാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ റൂറൽ മേഖലയിലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അർബൻ മേഖലയിലേക്കാൾ കൂടുതലാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, റൂറൽ മേഖലയിലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സ്ത്രീകളുടെ ഇടയിൽ കൂടാൻ കാരണം റൂറൽ മേഖലയിൽ ഒരുപാട് അഗ്രികൾച്ചറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന റൂറൽ മേഖലയിലല്ലേ. അതുപോലെ ആൻസിലറി ലേബർ ആയിട്ടും ഒക്കെ അവർ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ അഗ്രികൾച്ചർ മേഖലയിൽ അല്ലെങ്കിൽ ഫാമിലി റൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മിക്കവാറും അൺപെയ്ഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ലേബർ കൊണ്ട് വലിയ കാര്യമില്ലതാനും. എന്തായാലും ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ഫീമെയിലിന്റെ ഇടയിലുള്ള ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്താൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെ ഈ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ കൂട്ടാം സ്ത്രീകളുടെ ഇടയിൽ എന്നും ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഡിസ്കസ് ചെയ്തപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, അതിൽ ഈ കേരളത്തിനെ കുറിച്ച് അവർ കൂടുതലായിട്ട് പറയാതെ ഗുജറാത്തിന്റെ എക്സാമ്പിളും പിന്നീട് നമ്മളുടെ വെസ്റ്റ് ബംഗാളിന്റെ എക്സാമ്പിളും കോട്ട് ചെയ്താണ് പുള്ളി ഈ ആർട്ടിക്കിൾ എഴുതിയ ആൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തില് ഒരു ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മോഡലുണ്ട് സ്ത്രീകളുടെ ഇടയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഒക്കെ കൂട്ടുന്ന ഒരു മോഡൽ. ആ മോഡലാണ് നമുക്കൊക്കെ അറിയാവുന്ന കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇതില് ഞാനിതിപ്പോ എടുത്ത് പറയാൻ കാര്യം, ഈ കുടുംബശ്രീയെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം, ഇതിൽ SHGs പാർട്ടിസിപ്പേഷൻ വഴി SHGs എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. SHG എന്താണ്? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാതെ. ഈ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. കുടുംബശ്രീയുടെ അണ്ടറിലെ അയൽക്കൂട്ടം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അയൽക്കൂട്ടം മീൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മോഡലിൽ കൂടെ സ്ത്രീകളുടെ ഇടയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യാനും ആ ഒരു മോഡലിൽ മൈക്രോ ക്രെഡിറ്റ്സ് SHGs പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മൈക്രോ ക്രെഡിറ്റ്സ് ഈ SHGs പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഓൺട്രപ്രണേഴ്സ് ആവാനുള്ള അവസരവും കൊടുക്കാനും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ ആ ഒരു മീനിങ്ങിൽ അതിൽ പല പാരഗ്രാഫുകളിലും ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ ഇവിടുത്തെ കുടുംബശ്രീ നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് SHG സംരംഭമാണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കോൺസെപ്റ്റ് ആണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നടക്കുന്ന അയൽക്കൂട്ടങ്ങൾ ഓരോരോ SHGs ആണ്. ഈ അയൽക്കൂട്ടങ്ങൾ വഴി മൈക്രോ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ എമൗണ്ട്സ് അതില് പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള സ്ത്രീകൾ അവർക്ക് കൊടുക്കുന്നു. ആ എമൗണ്ട് ഉപയോഗിച്ചല്ലേ നമ്മൾ ഈ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് കേരളയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നമ്മള് ഹോട്ടൽസ് കാണാറുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടക്കാരുണ്ടാക്കുന്ന കറി പൗഡേഴ്സും മറ്റ് പലഹാരങ്ങളും ഒക്കെ നമ്മളുടെ വീട്ടിലേക്ക് അവർ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭകത്വം വളർത്തുന്നതിൽ ഈ പറഞ്ഞ കുടുംബശ്രീ എന്ന് പറയുന്ന SHG സംവിധാനം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ സ്ത്രീകളുടെ ഈ ഇടയിലുള്ള പാർട്ടിസിപ്പേഷൻ അവരുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂട്ടും. അപ്പം അത് ഒരു നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് SHGs എക്സ്റ്റൻഷൻ ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാർക്കറ്റിംഗ് ഫെഡറേഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗ്രൂപ്പുകൾ. അത് ഈ പറഞ്ഞ സ്ത്രീകൾ അവർ ചെയ്യുന്ന ജോലികളിൽ നിന്നുണ്ടാവുന്ന എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഈ പറഞ്ഞ ഈ കുടുംബശ്രീ പോലെയുള്ള സംവിധാനത്തിൽ ഓരോരോ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, ഈ പ്രോഡക്ട്സിന് വേണ്ട മാർക്കറ്റ് കണ്ടുപിടിക്കട്ടെ. ആ മാർക്കറ്റ് കണ്ടുപിടിക്കുമ്പോഴേ അവർക്ക് ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴി ഈ സ്ത്രീകളുടെ ഇടയിലുള്ള പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്തില്, എംപ്ലോയ്മെന്റില്. അത് വഴി നമ്മളുടെ അൺഎംപ്ലോയ്മെന്റ് സ്ത്രീകളുടെ ഇടയിൽ കുറയ്ക്കാൻ പറ്റിയ ഓവറോൾ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ കുറയ്ക്കാൻ പറ്റൂലേ. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് കഴിഞ്ഞ ഒരാഴ്ചക്കകം 2-3 ഡിസ്കസ് ചെയ്തു. അതിന്റെ കാര്യം ഓരോരോ റിപ്പോർട്ട്സ് വരുന്നു. സിറ്റി ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് വന്നു ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ച്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് വന്നു.
പിന്നെ അങ്ങനെ ഓരോരോ റിപ്പോർട്ടുകൾ. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിൽ ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് കൂടുന്നുള്ള രീതിയിലാവുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെയൊക്കെ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി താഴോട്ട് വരുമ്പോൾ റീസണബിൾ അക്കോമഡേഷൻസ് ആൻഡ് ഡിസബിലിറ്റി റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. ഇതിന്റെ കണ്ടന്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഇൻഡെപ്ത് അനാലിസിസ് മാത്രം ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 2-3 ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ബൈജൂസിന്റെ ഒക്കെ യൂട്യൂബ് ചാനൽ അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ 2-3 ആർട്ടിക്കിൾസിൽ മാത്രം ആയിപ്പോവും. ബാക്കി കറണ്ട് അഫയേഴ്സ് ഓവറോൾ ഒരു അവയർനെസ് നമുക്ക് കിട്ടേണ്ടതല്ല, അത് കിട്ടാതായി പോകും. അതാണ് നമുക്ക് വേണ്ടത് മെയിൻലി. പിന്നെ ഇൻഡെപ്ത് അനാലിസിസ് ഒക്കെ വേണ്ട ആൾക്കാർ പിന്നീട് ഇത് കണ്ടതിന് ശേഷം കൂടുതലായിട്ട് ആർട്ടിക്കിൾ വായിച്ചാൽ മതി. അപ്പൊ ഇതില് റീസണബിൾ അക്കോമഡേഷൻസ് ആൻഡ് ഡിസബിലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവം, ഈ ഡിസബിലിറ്റി റൈറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമമുണ്ട്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, RPWD Act 2016. RPWD Act 2016 ആക്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആക്ട് 2016. റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. ഇപ്പൊ ഈ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടില് ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർ, ഇപ്പൊ ഇന്ത്യയിൽ അവരെ ദിവ്യാംഗ് എന്നൊക്കെയാണ് വിളിക്കുന്നത്, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കുള്ള റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് റീസണബിൾ അക്കോമഡേഷൻസ്. എന്താണ് റീസണബിൾ അക്കോമഡേഷൻസ്? റീസണബിൾ അക്കോമഡേഷൻസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഇപ്പം ഈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എല്ലാവർക്കും ജോലി ഉണ്ടെന്നല്ല, പക്ഷെ ജോലി ഉള്ളവർക്ക് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നമ്മളെപ്പോലുള്ള ഡിസബിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എത്രത്തോളം ആ സ്ഥലങ്ങൾ ആക്സസിബിൾ ആണോ അതുപോലെ ആക്സസിബിൾ ആയിരിക്കണം ഇവർക്കും. അപ്പോഴേ ആ റീസണബിൾ അക്കോമഡേഷൻ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ, അല്ലെങ്കിൽ അവിടെ അവർ ഒരു കംഫർട്ടബിൾ ആവുന്നുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ റാമ്പുകൾ ഉണ്ടാക്കേണ്ടി വരും. റാമ്പുകൾ, അതായത് അവർക്ക് കയറിപ്പോകാനും വരാനും ഒക്കെ ഉള്ള ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ ചിലപ്പോൾ ബ്രെയിലി ലിപിയിലുള്ള പിന്നീട് ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും എംപ്ലോയി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുത്തെ സൈൻ ബോർഡ്സിലൊക്കെ ബ്രെയിലി ലിപി യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇത് ഈ നിയമത്തിൽ തന്നെ പറയുന്നത് വെച്ചാല്, ഇത്തരത്തിലുള്ള റീസണബിൾ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവർക്ക് അൺഡ്യൂ ബേർഡൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല സ്ഥാപനങ്ങളും അവർക്കത് അൺഡ്യൂ ആയിട്ടുള്ള സസ്റ്റൈനബിൾ അല്ലാത്ത ഫിനാൻഷ്യൽ ബേർഡൻ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കി വിടുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പല സ്ഥലങ്ങളിലും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഡിസബിൾഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഇതെല്ലാം പറഞ്ഞേക്കുന്നത്. ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി സ്ഥലങ്ങളിൽ, വർക്ക് പ്ലേസസിൽ റീസണബിൾ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അത് എങ്ങനെയെന്നൊക്കെ നീ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീം, മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള തന്നെ ഉണ്ട്, ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്കീം. ഈ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞ സ്കീം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതേപോലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് എല്ലാ പബ്ലിക് പ്ലേസസും ആക്സസിബിൾ ആക്കണം എന്നൊരു സംഭവമാണ്. അതിപ്പം എംപ്ലോയി ആയിരിക്കണമെന്നില്ല. ഈവൻ ഇഫ് ഹീസ് എ കോമണർ, ഈവൻ ഇഫ് ഹീസ് എ കോമൺ മാൻ, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഹാവിംഗ് ഡിസബിലിറ്റി, each and every public places should be accessible to that particular man. Okay, if we take the example of a private bus stand, if we take the example of a railway station, if you go to secretariat or collectorate, these all are public places, schools, colleges, everywhere, airports, everywhere. So everywhere those persons should be feel comfortable, and those places should be accessible to them. അതാണ് ഈ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ എസ്കലേറ്റർ കൊടുക്കണം അവർക്ക് കയറി, അതവിടെ ഉണ്ട്. പക്ഷെ എല്ലാ ഇടത്തും ഉണ്ടോ? പക്ഷെ സൈൻ ബോർഡുകൾ നമ്മളെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെന്നാൽ അത് ബ്രെയിലി ലിപിയിലുണ്ടോ? ഞാൻ ഈ ഇടയ്ക്കുന്ന റെയിൽവേ സ്റ്റേഷനകത്ത് കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൈസൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, ഇപ്പൊ പബ്ലിക് പ്ലേസസിൽ, ഇപ്പൊ നമ്മളുടെ പബ്ലിക് ഓഫീസസ്, ഇപ്പൊ ഞാൻ നേരത്തെ പോലെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കളക്ടറേറ്റ്, ഇവിടെയൊക്കെ ചെല്ലുമ്പോഴെല്ലാം ഈ ബ്രെയിലി ലിപിയിലുള്ള പിന്നീട് സൈൻ ബോർഡുകൾ വേണം, റാമ്പുകൾ വേണം, അല്ലെങ്കിൽ എസ്കലേറ്ററോ അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ വേണം. അപ്പൊ അതൊക്കെ കൊടുത്ത് ഇവർക്ക് എല്ലാ പ്ലേസസ് ആക്സസിബിൾ ആക്കണം. അതാണ് ഈ ആക്സസിബിൾ ഇന്ത്യ എന്നുള്ള സംഭവം എന്ന് പറയുന്നത്. അത് പക്ഷേ ഫോർ എവറി ഡിസേബിൾഡ് പേഴ്സൺ ആണ്. പക്ഷെ ഇതില്
ഇങ്ങനെ പല സ്ഥാപനങ്ങളും ഈ റീസണബിൾ അക്കോമഡേഷൻ കൊടുക്കാതെ അവർക്കത് ഫിനാൻഷ്യൽ ബർഡൻ ആണെന്ന് കാണിച്ചിട്ട് ഈ നിയമത്തില് ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. പക്ഷെ അങ്ങനെ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പീനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം ആയിരിക്കാം. അപ്പം ഈ ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിന് ജോലിക്ക് എടുക്കുന്നത് പോലും ഇപ്പൊ ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ എടുത്തേ പറ്റൂ. അവിടെ അവർക്ക് അവിടെ റിസർവേഷൻ ഉണ്ട്. അതല്ലാതെ ജോലിക്ക് എടുക്കുന്നത് പോലും ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ അവർ മനഃപൂർവ്വം എടുക്കാതാവും. കാര്യം ഇവർ ലെസ് പ്രൊഡക്റ്റീവ് ആണ് എന്നൊക്കെ ഒരു ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് എല്ലാം അവിടെ വരും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫണ്ടിന്റെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ആ ഫണ്ട് നാഷണൽ ഫണ്ട് ഫോർ PWDs എന്നൊരു ഫണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ഫണ്ട് യഥാർത്ഥത്തില് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതായത് ബാങ്കുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ കോൺട്രിബ്യൂഷൻസ് ആയിട്ടാണ് ഈ ഫണ്ട് വരേണ്ടത്. അങ്ങനെ ഫണ്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഫണ്ട് പലപ്പോഴും അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തില് ഈ പ്രോബ്ലംസ് റിയലി ഫേസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവർക്ക് ഇത്തരത്തിലുള്ള റീസണബിൾ അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ കൺസ്ട്രെയിന്റ് ഫേസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവരെ സയന്റിഫിക്കലി കണ്ടെത്തിയിട്ട് ഇതിൽ നിന്നുള്ള ഫണ്ടിങ് കൊടുത്ത് ഈ റീസണബിൾ അക്കോമഡേഷൻസ് PWDsന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഈ മനഃപൂർവ്വം ചെയ്യാത്ത സ്ഥാപനങ്ങളുണ്ടല്ലോ, അവര് ഫിനാൻഷ്യലിയൊക്കെ വയബിളൊക്കെ ആയിരിക്കും അവർക്ക്, പക്ഷെ സ്റ്റിൽ അവർ ചെയ്യുന്നില്ല. അവർക്ക് കൂടുതൽ ഇൻസെന്റീവ്സ്, അതായത് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോരോ ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് അവർക്ക് എന്തെങ്കിലും ടാക്സ് ബ്രേക്കുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസെന്റീവ്സ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഇൻസെന്റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ഇതിനൊക്കെ തൽപരരാകും. അങ്ങനെയൊക്കെ ചെയ്ത് ഈ റീസണബിൾ അക്കോമഡേഷൻ എന്ന സംഭവം റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 പറഞ്ഞേക്കുന്ന റീസണബിൾ അക്കോമഡേഷൻസ് ചെയ്ത് ഇന്ത്യയിലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടുതൽ അവർക്ക് ബെറ്റർ ആക്കി മാറ്റുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് ഉള്ളത്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബോത്ത് ക്വാഡ് ആൻഡ് ബ്രിക്സ് എന്നൊരു ആർട്ടിക്കിൾ കാണാം. ക്വാഡും ബ്രിക്സും, അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ക്വാഡ് ബ്രിക്സ്. ആക്ച്വലി ഇതിന്റെ അകത്ത് പിന്നെ വേറൊരെണ്ണം പറയുന്നുണ്ട്, AUKUS കുറിച്ചും പറയുന്നുണ്ട്. മെയിൻലി ഇത് ഇത്രയും സംഭവങ്ങളെ കുറിച്ചാണ്. ക്വാഡ് എന്ന് പറയുന്നത് US ഒരു ഇനിഷ്യേറ്റീവില് ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ അധീശത്വത്തിന് വെല്ലുവിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഗ്രൂപ്പാണ് ക്വാഡ് എന്ന് പറയാൻ കാര്യം. അതിൽ 4 പേരേ ഉള്ളൂ: ഇന്ത്യ, USA, ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ. അതാണ് ക്വാഡ്. ഇനി ബ്രിക്സ് ആണെന്നുണ്ടെങ്കിലോ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നും പറഞ്ഞാണ് തുടങ്ങിയത്. ബ്രിക്സ് 5 പേരെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. പക്ഷെ ഇപ്പൊ സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, നൈജീരിയ ഉണ്ട്, പിന്നെ ഈജിപ്റ്റ് ഉണ്ട്, പിന്നെ ഒരു രാജ്യം കൂടെ ഉണ്ട്, എത്യോപ്യ. അങ്ങനെ ഏതോ ഒരു രാജ്യം കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം 5 രാജ്യങ്ങളാണ് ബ്രിക്സിൽ ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്തത്. അങ്ങനെ 10 രാജ്യങ്ങളുണ്ട്. എനിക്ക് ഇറാനാണെന്ന് തോന്നുന്നു വേറൊരു രാജ്യം. എല്ലാം കൂടെ 10 കൺട്രീസ് ഉണ്ട് ഇപ്പൊ ബ്രിക്സിൽ. സൗദിയും UAE ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ബ്രിക്സിൽ US ഒന്നുമില്ല. ബ്രിക്സ് ചൈനയും റഷ്യയൊക്കെയാണല്ലോ ഡോമിനേറ്റ് ചെയ്യുന്നത്, ഇന്ത്യ ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ക്വാഡ് എന്ന് പറയുന്നൊരു സംഭവം ഇന്ത്യയുടെ ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യക്ക് കൺസേൺ ഉണ്ടാക്കുന്നതാണ്. അത് അമേരിക്കയ്ക്കും ഓസ്ട്രേലിയക്കും ജപ്പാനും ഒക്കെ കൺസേൺ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്വാഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അത്തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതേ സമയത്ത് അതുപോലെ തന്നെ AUKUS ഇന്ത്യ ഇല്ല. AUKUS എന്ന് പറഞ്ഞാല് ഓസ്ട്രേലിയ, അതാണ് UK, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട്, US, ഈ 3 പേരാണ് AUKUS. പക്ഷെ അവിടെയും ഈ AUKUSന്റെ അകത്ത് AUKUS എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയതും ഇന്ത്യക്ക് യഥാർത്ഥ ഇന്ത്യ അതിൽ ഇല്ലെങ്കിലും ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ലതാണെന്ന് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഇന്ത്യയും കൂടെ ചേർന്ന് ഫോം ചെയ്തൊരു സംഭവമാണ് ബ്രിക്സ്. പക്ഷെ ബ്രിക്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യക്ക് വലിയ താല്പര്യം ഇല്ല എന്ന് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നുണ്ട്. ഞാൻ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് വേറെ 1-2 കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറയുന്നത്
NDB എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രിക്സിന്റെ അണ്ടറിൽ. NDB എന്ന് വെച്ചാൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ചൈനയിലെ ഷാങ്ഹായ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടാണ് NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ടാക്കിയത്. ആദ്യം അതിന്റെ പേര് തന്നെ ബ്രിക്സ് ബാങ്ക് എന്നായിരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയതായതുകൊണ്ട് അതിന്റെ ആദ്യത്തെ പേര് ബ്രിക്സ് ബാങ്ക് എന്നായിരുന്നു. പക്ഷെ ആ പേര് മാറ്റിയിട്ട് പിന്നെ NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാക്കി. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചൈനയിൽ ഷാങ്ഹായ് ആണ്. അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനായ KV കാമത്ത് ആയിരുന്നു. ഇപ്പൊ അത് മാറി ഇപ്പൊ വേറൊരാളായി. അത് ഞാൻ റൊട്ടേറ്റിംഗ് ആണ്. അപ്പൊ ഇതുപോലുള്ള ഇനിഷ്യേറ്റീവ്സ് ബ്രിക്സിന്റെ അണ്ടറിൽ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇന്ന് ഈ ഇന്ത്യയുടെ സ്ട്രാറ്റജി പോയിന്റ് ഓഫ് വ്യൂവിൽ ചൈനക്ക് ഡോമിനേഷൻ ഉള്ള ഗ്രൂപ്പുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് ഇന്ത്യക്ക് തോന്നിയത് കൊണ്ടാണോന്ന് അറിയത്തില്ല. ഇപ്പൊ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ SCOയുടെ മീറ്റിംഗ് ഇപ്പൊ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ വെച്ച് നടന്നു. കസാക്കിസ്ഥാനിലെ അസ്താനയിൽ വെച്ച് SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് നടന്നപ്പോൾ എല്ലാ തവണയും പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നതാണ്. ഇപ്രാവശ്യം അത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കർ ആദ്യം പങ്കെടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മോഡി റഷ്യയിൽ പോയി പുട്ടിനെ കാണുകയും ചെയ്തു. പുട്ടിനൊക്കെയുള്ള മീറ്റിംഗ് ആണ് SCO മീറ്റിംഗ്. ഇതേപോലെ ബ്രിക്സിന്റെ മീറ്റിംഗ് ഇനി ഇപ്പൊ റഷ്യയിൽ വെച്ച് വീണ്ടും നടക്കാൻ പോയാണ്. ഈ വർഷം ഇനി അടുത്ത മാസം കണ്ടാണ് ബ്രിക്സിന്റെ മീറ്റിംഗ് റഷ്യയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിലും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഒരു ഉറപ്പില്ല. ഒരുപക്ഷെ പങ്കെടുക്കില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ മാസം ഈ മാസം അദ്ദേഹം റഷ്യയിലേക്ക് ഇപ്പം തിരക്കിട്ട് പോയത്. ആ 2 മീറ്റിംഗ് ഒഴിവാക്കുന്നുണ്ടാവാം. അപ്പൊ ബ്രിക്സിലും ഈ SCOയിലൊക്കെ ചൈനയുടെ ഒരു അധീശത്വം ഉള്ളത് കൊണ്ട്, സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യ ചൈന എതിർക്കുന്നത് കൊണ്ടും ഇന്ത്യ റിലക്റ്റന്റ് ആണ് ഇതിലേക്ക് ഇപ്പൊ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പക്ഷേ അതുപോലെ കൂടുതലായിട്ട് മെമ്പർ കൺട്രീസിനെ ഈ ബ്രിക്സിലേക്ക് കൊണ്ട് ഇപ്പം തന്നെ ഒരു 5-6 രാജ്യങ്ങൾ പുതുതായിട്ട് വന്നു ഞാൻ പറഞ്ഞു. ആ രാജ്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരുന്നതിലും ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഈ രാജ്യങ്ങൾ ചൈനയാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് ചൈനയുടെ ലോകഗതിയിലുള്ള ഇൻഫ്ലുവൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സാമന്ത രാജ്യങ്ങളായിട്ട് ഈ ബ്രിക്സിലേക്ക് പുതുതായിട്ട് ഇൻഡക്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങൾ മാറുമോ എന്നുള്ള ഇന്ത്യയുടെ ഭയമാണെന്നാണ്. ഈ TS തിരുമൂർത്തി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പഴയ UN-ല് ഇന്ത്യയുടെ അംബാസിഡർ ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഭയങ്കര ഒരു ഡിപ്ലോമാറ്റ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇന്ത്യ അങ്ങനെ ഒരു റിലക്റ്റൻസ് കാണിക്കാൻ പാടില്ല. ഇന്ത്യ ഷുഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ബ്രിക്സ് ബിക്കോസ് വി ആർ എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ബ്രിക്സ് and new members in BRICS is a reality and many new persons are actually queuing up for taking membership in BRICS. ഇപ്പം തന്നെ 5-6 പേര് വന്നു. ഇനിയും എനിക്ക് തോന്നുന്നു 10-20 രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ. അപ്പൊ ബ്രിക്സിൽ ഇന്ത്യ മാറുന്നത് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ചൈനയോടും റഷ്യയോടും അടുപ്പമുള്ളവരാകും. ഇന്ത്യക്ക് അവരുടെ മുകളിലുള്ള ഇൻഫ്ലുവൻസ് കുറയും. അപ്പൊ ഇന്ത്യ കൂടുതൽ ആക്റ്റീവായിട്ട് ബ്രിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്ഥാപിച്ച് ഇന്ത്യ ഇപ്പൊ ഒരു ഗ്ലോബൽ സൗത്ത് നേഷൻസിന്റെ ഒരു ലീഡറായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ അടുത്തേക്ക് കൂടുതൽ അവരെ അടുപ്പിക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഷേക്കി ലോ അൺസൗണ്ട് ഫോർ ഇൻവെസ്റ്റ്മെന്റ്, അത് സാധാരണ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പ്ലേ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളതല്ല. ഞാൻ ഇന്നും അത് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. കർണാടകത്തിലെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ആയിട്ട് 50% അവിടുത്തെ പ്രൈവറ്റിലെ മാനേജീരിയൽ പൊസിഷൻസ് പിന്നീട് റിസർവ് ചെയ്യണം. നോൺ മാനേജറിയൽ പൊസിഷൻസിലെ 70% റിസർവ് ചെയ്യണം. അവര് കന്നഡ പഠിച്ചവരും ആയിരിക്കണം എന്നാണ് അവിടുത്തെ പുതിയ നിയമം. പക്ഷെ ആ നിയമം അവിടുത്തെ ഇൻഡസ്ട്രീസിന്റെ എതിർപ്പ് കൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് അവർ മാറ്റിവെച്ചേക്കാണ്. ആന്ധ്രാപ്രദേശിലും ജാർഖണ്ഡിലും ഹരിയാനയിലും സിമിലർ നിയമങ്ങളുണ്ട്. ഹരിയാനയിലെ നിയമം ഇപ്പൊ സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തു. അതെല്ലാം പറഞ്ഞാണ്. പക്ഷെ അവിടുത്തെ നിയമങ്ങളിലൊന്നും അവിടുത്തെ ഭാഷ പഠിച്ചിരിക്കണമെന്നില്ല, അവിടുത്തെ റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളായിരുന്നു. ഈ ഭാഷയും കൂടെ പഠിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ടോട്ടലി റെഗ്രസീവ് ആയിട്ടുള്ള നിയമമാണ്. ആന്റി കോൺസ്റ്റിറ്റ്യൂഷണലാണ്. ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആവുന്നത് എന്തുകൊണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. ഞാനത് അന്ന് ഡിസ്കസ് ചെയ്താണ്. ആർട്ടിക്കിൾ 16(2)ന്റെ വയലേഷൻ ആണ്. ആർട്ടിക്കിൾ 16(2) എന്ന് പറയുന്നത് പബ്ലിക് ജോബുകളിൽ പിന്നീട് ഈ ലോക്കൽ റെസിഡൻസിന് റിസർവേഷൻ കൊടുക്കാമെന്നുണ്ട് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് പബ്ലിക് ജോബിലാണ്. ഇത് പക്ഷേ പ്രൈവറ്റ് ജോബിന്റെ കാര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. ഇനി പബ്ലിക് ജോബിൽ അങ്ങനെ റിസർവേഷൻ കൊടുത്താൽ അതിനുള്ള നിയമം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കേണ്ടത്. അല്ല ഒരു സ്റ്റേറ്റിന് അങ്ങനെയുള്ള നിയമം ഉണ്ടാക്കാനുള്ള വകുപ്പില്ല. സോ ആർട്ടിക്കിൾ 16(2)ന്റെ വയലേഷൻ ആണ്. ഇനി ആർട്ടിക്കിൾ 19(1)ന്റെ വയലേഷൻ പല രീതിയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പൊ ഞാനൊരു ബിസിനസ്മാൻ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ട്രേഡോ ബിസിനസ്സോ ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാനുള്ള ഫ്രീഡം ആർട്ടിക്കിൾ 19ന്റെ അകത്താണ് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീഡംസ് പറഞ്ഞേക്കുന്നത്. അല്ല എനിക്ക് ആ ഫ്രീഡം തരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അതിൽ ജോലി ചെയ്യിപ്പിക്കാനുള്ള ഫ്രീഡം എനിക്കുണ്ട് ആർട്ടിക്കിൾ 19(1)(g) അനുസരിച്ച്. അപ്പൊ അതിന്റെ വയലേഷൻ ആണ്. ഇനി ആർട്ടിക്കിൾ 19(1)(e) ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, 19(1)(e)യുടെ വയലേഷൻ. 19(1)(e)യുടെ വയലേഷൻ എന്ന് പറഞ്ഞാൽ
സാധാരണക്കാരെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ എവിടെയും പോയി യാത്ര ചെയ്ത് എവിടെ വേണമെങ്കിലും പോയി ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് തരുന്നുണ്ട് ആർട്ടിക്കിൾ 19(1)(e)ന്റെ അകത്ത്. അതിന്റെ വയലേഷൻ ആണ്. പിന്നെ ആർട്ടിക്കിൾ 14ന്റെ വയലേഷൻ. ആർട്ടിക്കിൾ 14ന്റെ വയലേഷൻ എങ്ങനെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി. ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാണ് കന്നഡികാസും നോൺ കന്നഡികാസും എന്ന്. അപ്പൊ അവിടെ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ വയലേഷൻ അല്ലേ? അപ്പൊ ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള വാളുകൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നു. അത് അന്ന് സുപ്രീം കോടതി ഹരിയാനയുടെ വിധി സ്ക്രാപ്പ് ചെയ്തപ്പോഴും പറഞ്ഞ കാര്യമാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ വയലേഷനാണ്. ഇനി വേറെ ഏതെങ്കിലും ആക്ടിലെ വയലേഷൻ ഉണ്ടെന്ന് ഇത് പറയുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. അപ്പോ അത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ അത് ഇതിൽ കുറെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ കരുതിയത്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഓൺ ദ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ് ഇൻ ബംഗ്ലാദേശ്. അത് 125-ലധികം ആൾക്കാർ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റിൽ ബംഗ്ലാദേശിൽ മരിച്ചു. ബംഗ്ലാദേശിലാണ് പ്രശ്നം എന്നുള്ളത് കൊണ്ട് നമുക്കത് മറ്റൊരു നേഷന്റെ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ബംഗ്ലാദേശ് ഈസ് ഇൻ അവർ ബോർഡർ. ഇറ്റ് വിൽ ക്രിയേറ്റ് മെനി പ്രോബ്ലംസ് ഫോർ ഇന്ത്യ. എസ്പെഷ്യലി അവർ സ്റ്റുഡൻസ് ആർ going to Bangladesh for Dhaka like places to study for higher studies. അതൊരു കാര്യം. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മളുടെ ഇന്ത്യക്കാർ. പിന്നെ ഈ ബംഗ്ലാദേശിൽ അൺട്രസ്റ്റ് ഉണ്ടായാൽ ഇന്ത്യക്ക് ഒരു പോറസ് ബോർഡർ ആണ് ബംഗ്ലാദേശുമായിട്ട്. ആസാമിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ പീപ്പിൾ ഫ്രം ബംഗ്ലാദേശ് വിൽ ഫ്ലോക്ക് ടു അവർ സ്റ്റേറ്റ്സ് ലൈക്ക് West Bengal and Assam. That will create law and order problem, security problem for India. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ ബംഗ്ലാദേശിലെ പ്രൊട്ടസ്റ്റിന് കാരണം? വേറെ ഒന്നുമല്ല, അവിടെ കുറച്ച് കോട്ടാസ് ഉണ്ട്. കോട്ടാസ്, റിസർവേഷൻ. ഇന്ത്യയിലെ പോലെ അല്ല അവിടുത്തെ റിസർവേഷൻ. അതാ പ്രശ്നം. ഇന്ത്യയിലെ റിസർവേഷൻ എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലി ബാക്ക്വേർഡ് ആയിട്ട് ഉള്ള ആൾക്കാർ, ദളിതർ, OBCs ഒക്കെ പോലുള്ള വിഭാഗങ്ങൾ, അവർക്ക് ഹിസ്റ്റോറിക്കലി അവരെ പല രീതിയിൽ മാർജിനലൈസ് ചെയ്ത് വരുന്നതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കാതെ പോയ അങ്ങനെ അവർ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്ന സംഭവമാണ് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ഇൻ ദാറ്റ്. പക്ഷേ ബംഗ്ലാദേശിൽ റിസർവേഷനിലെ മെയിൻ ചങ്ക് ഓഫ് റിസർവേഷൻ പോണ ആർക്കാണെന്ന് അറിയാമോ? ബംഗ്ലാദേശി ലിബറേഷൻ വാർ 1971 ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി, അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. ആ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രദേശത്തെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് ബംഗ്ലാദേശ് ആക്കിയത് ഇന്നത്തെ ഷെയ്ഖ് ഹസീനയുടെ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീനയുടെ ഫാദർ മുജീബുർ റഹ്മാൻ ആണ്. മുജീബുർ റഹ്മാൻ, അദ്ദേഹമാണ് ഫാദർ ഓഫ് ദ നേഷൻ ബംഗ്ലാദേശിന്റെ. അപ്പൊ അദ്ദേഹം അന്ന് ഈ പാർട്ടീഷനിൽ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റിൽ ഈ ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഉണ്ടാക്കാൻ സഹായിച്ച ആൾക്കാരുടെ ഡിസെൻഡൻസിനാണ് മെയിൻ റിസർവേഷൻ പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? മുജീബുർ റഹ്മാന്റെ പാർട്ടിക്കാരാണ് മെയിൻ ആയിട്ടുള്ള ഈ ആൾക്കാരെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കൊരു റിസർവേഷൻ ഉണ്ടാവും. അപ്പൊ സിവിൽ സർവീസിലും മറ്റ് മേഖലകളിലൊക്കെ ഈ അവാമി ലീഗ് എന്ന് പറയുന്ന ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ ആൾക്കാർക്ക് അവര് ഈ എപ്പോഴും ഈ ഒരു ലോയൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഒരു ബ്യൂറോക്രസിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് എന്നൊരു സത്യത്തില് ഫൈനലി അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അപ്പൊ കാര്യം അവരുടെ ആൾക്കാർക്കല്ലേ റിസർവേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ലിബറേഷൻ വാറിൽ സഹായിച്ചവർ അത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാരാണ്. അപ്പൊ അവരെ പാർട്ടിക്കാർ റിസർവേഷൻ മൊത്തം കൊണ്ടുവന്നു. അപ്പം ഒപ്പോസിഷനും അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഇതിൽ അജിറ്റേറ്റഡ് ആയി. അതാണ് ഇതിന്റെ കാര്യം. പക്ഷെ ഇന്നലെ ആ റിസർവേഷനിൽ മിക്കവാറും എല്ലാം ഇന്നലത്തെ അവിടുത്തെ ബംഗ്ലാദേശ് സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉടനെ അവസാനിക്കുമായിരിക്കും. പിന്നെ ഇന്ത്യയുടെ ഗാർമെന്റ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ്. ഇന്ത്യ ഗാർമെന്റ് എക്സ്പോർട്ടിലെ വേൾഡ് ലീഡർ ആയിരുന്നു. ഇപ്പം പക്ഷേ ഇന്ത്യ വിയറ്റ്നാമിന്റെയും ബംഗ്ലാദേശിന്റെയും മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ആ രാജ്യങ്ങളുടെ ക്വാളിറ്റി കൂടുതലുകൊണ്ടല്ല, ഇന്ത്യയിലെ ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ പ്രോബ്ലം കൊണ്ടാണ്. അതായത് ഇന്ത്യ റോ മെറ്റീരിയൽസ് ഇറക്കുമതി എന്നതിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി. അതുപോലെ ഇന്ത്യക്കകത്ത് കുറെ ആവശ്യമില്ലാത്ത ടാക്സസും എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് ആണ് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണത്. പിന്നെ താഴോട്ട് വരുമ്പം ബാഗ്മതി റിവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഈ നേപ്പാളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന റിവറാണ് ബാഗ്മതി റിവർ. പലപ്പോഴും ബീഹാറിൽ കൂടെയാണ് ഇത് ഒഴുകുന്നത്. നേപ്പാളിൽ നിന്ന് ബീഹാറിൽ ഫ്ലഡ് ഉണ്ടാവാൻ നേപ്പാളിലെ 2 റിവേഴ്സ് കാരണമാറുണ്ട്. ഒന്ന് ബാഗ്മതി റിവർ, വേറൊന്ന് ഖോസി റിവർ. ഖോസി, KHOSI. ഈ ഖോസി റിവറിന് സോർ ഓഫ് ബീഹാർ എന്ന് പറയാറുണ്ട്. സോർ ഓഫ് ബീഹാർ. അപ്പൊ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഈ പേജ് നമുക്ക് വേണ്ട ഫുൾ പൊളിറ്റിക്സ് ആണ്. എല്ലാ ദിവസവും അത് അങ്ങനെ തന്നെയാണ്. അതിന്റെ അടുത്ത പേജില് അതിനകത്തെ പേജിൽ നമുക്ക് ഈ പേജിൽ നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്.
യുനെസ്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യുനെസ്കോയുടെ ചീഫാണ് ഈ നിൽക്കുന്നത് മോഡിയുടെ തൊട്ട് പ്രവർത്തിക്കുന്ന യുനെസ്കോയുടെ ചീഫിന്റെ പേര് പഠിച്ചു വെച്ചേക്ക. ഓഡ്രി AUDREY ഓഡ്രി അസൂലെ AZOULAY ഓഡ്രി അസോലെയാണ് യുനെസ്കോയുടെ ഹെഡിനെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. യുനെസ്കോ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ യുനെസ്കോ ആണ് വേൾഡ് ഹെറിറ്റേജ് സെലക്ട് ചെയ്ത്. നമ്മളുടെ വെസ്റ്റേൺ ഗട്ട്സ്, കേരളത്തിലെ വെസ്റ്റേൺ ഗട്ട്സ് അതിൽ പശ്ചിമഘട്ടം ഈസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ്. ഈ വേൾഡ് ഹെറിറ്റേജിനെ സെലക്ട് ചെയ്യുന്നത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. അപ്പൊ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ഫസ്റ്റ് മീറ്റിംഗ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നടക്കും. ഇന്ത്യയിൽ വെച്ചാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ മീറ്റിംഗ് നടന്നില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ന്യൂഡൽഹി. അതിനെ കുറിച്ചൊരു ന്യൂസാണ്. അപ്പൊ അത്രേ ഉള്ളൂ അവിടെ. പിന്നെ ഇന്നിപ്പോ മൺഡേ ആണ്ട് മണി വൈസ് പേജുകളിൽ ബിസിനസ് പേജ് ഇല്ല. പിന്നെ ഇന്നത്തെ പത്രത്തിൽ ഒരു വലിയ ന്യൂസ് ഉണ്ട്, അത് ഞാൻ ഫ്രണ്ട് പേജ് പോകുമ്പോൾ പറഞ്ഞുതരാം. ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ്പ് എർദോഗാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ടർക്കിയെ എന്നാണ് രാജ്യത്തിന്റെ പുതിയ പേര്, മുമ്പ് ടർക്കി എന്നായിരുന്നു. ടർക്കിയുടെ പ്രസിഡന്റ് ആണ് റെസെപ് തായിപ്പ് എർദോഗാൻ. RECEPTAYYIPERDOGAN. ടർക്കിയെ. സൈപ്രസുമായിട്ട് വലിയൊരു പ്രോബ്ലം ഉണ്ട് അവർക്ക്. സൈപ്രസിന്റെ ഒരു ഐലൻഡ് കുറെ പ്രദേശങ്ങൾ ടർക്കിയെ കൈയടക്കി വെച്ചേക്കാണ്. സൈപ്രസ് കേട്ടിട്ടുണ്ടല്ലോ, സൈപ്രസ്. പിന്നെ അസർബൈജാൻ പ്രൊപ്പോസസ് ഡോക്യുമെന്റ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് പീസ് വിത്ത് അർമേനിയ. ഈ അസർബൈജാനും അർമേനിയയും അയൽ രാജ്യങ്ങളാണ്. അസർബൈജാൻ ആൻഡ് അർമേനിയ ബോത്ത് ആർ നെയ്ബറിംഗ് കൺട്രീസ്, ബട്ട് ദേ വേർ ഇൻ എ വെരി ബിഗ് കോൺഫ്ലിക്ട് ബിക്കോസ് ഓഫ് നഗർണോ കരാബക് region. This was this area. This is an area in actually it was in Azerbaijan എന്നാ പറയുന്നത്. പക്ഷെ പിന്നീട് അർമേനിയയുടെ കയ്യിൽ ആയിപ്പോയി. അപ്പൊ അത് അവസാനം അർമേനിയ അസർബൈജാനും തമ്മിൽ ഭയങ്കര പ്രോബ്ലം അതിന്റെ പേരിൽ. ഇപ്പം അസർബൈജാൻ ഇത് ബലമായി പിടിച്ചെടുത്തോണ്ട് പോയി. അപ്പൊ അവർ തങ്ങളുടെ അതിന്റെ പേരിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതി കൊടുത്തേക്കുന്നത്. നഗർണോ കരാബക് റീജിയൻ ഇപ്പൊ ആരുടെ കയ്യിലാണ്? അസർബൈജാന്റെ കയ്യിലാണ്. പിന്നെ ഇസ്രായേലും ഹൂതീസും തമ്മിൽ വലിയ പ്രോബ്ലം നിലനിൽക്കുകയാണ്. ഹൂതീസ് അറിയാലോ, ഹൂതീസ് എന്ന് പറഞ്ഞാൽ യമൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. യമന്റെ ക്യാപിറ്റലായ സനയൊക്കെ ഭരിക്കുന്നത്, യമൻ ഫുൾ ഭരിക്കുന്ന അവരല്ല, യമന്റെ ക്യാപിറ്റലായ സനയൊക്കെ പിടിച്ചെടുത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ ബാക്ക് ചെയ്യുന്ന ഷിയ മുസ്ലിങ്ങളുടെ ഒരു സംഘടനയാണ് ഹൂതീസ് എന്ന് പറയുന്നത്. ഹൂതീസ് അവരും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ കുറെ പ്രോബ്ലംസിലാണ്. പിന്നെ നേപ്പാളിലെ പുതിയ പ്രൈം മിനിസ്റ്റർ KP ശർമ്മ ഒലി ഇന്നലെ ഔട്ട് ഓഫ് കോൺഫിഡൻസ് നേടിയതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അതെന്ന് അറിയേണ്ട. KP ശർമ്മ ഒലി ഇസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് നേപ്പാൾ. അതറിയുക. ചൈന ഫിലിപ്പൈൻസ് റീച്ച് ഡീൽ ഇൻ എഫർട്ട് ടു സ്റ്റോപ്പ് ക്ലാഷസ് അറ്റ് ഷോൾ. ഈ ഫിലിപ്പൈൻസും ചൈനയും തമ്മിൽ സൗത്ത് ചൈന സീയില് മെയിൻലി സെക്കൻഡ് തോമസ് ഷോൾ എന്നൊക്കെ പറയുന്ന ചില പ്രദേശങ്ങളുടെ ചില ഷോൾസിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ പേരിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തങ്ങളുടെ ഏതാണ്ട് നേവി തമ്മിൽ യുദ്ധം വരെ ആവുന്ന സിറ്റുവേഷൻ വന്നു. ഇപ്പൊ അവർ തങ്ങളുടെ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്, പീസ് എഗ്രിമെന്റ്. അതിനെ കുറിച്ചാണ് ചൈനയും ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് ആണ് ഫെർഡിനാൻഡോ മാർക്കോസ് ജൂനിയർ. ചൈനയുടെ അറിയാലോ, സി ജിൻപിങ്. പിന്നെ ചൈന വീണ്ടും ചൈന പിടിച്ചെടുക്കും എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രദേശമാണ് തൈവാൻ. തൈവാന്റെ പ്രസിഡന്റ് ആണ് ലായ് ചിങ് തേ. പിന്നെ അടുത്ത പേജ് പോകുമ്പോൾ സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഇനിയിപ്പോ അങ്ങോട്ട് പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ന്യൂസുകളായിരിക്കും കൂടുതൽ വരുന്നത്. അല്ല വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ ഹോപ്പിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഒളിമ്പിക്സിന്റെ ന്യൂസുകളായിരിക്കും കൂടുതൽ വരാൻ പോണം. ഞാൻ ഇന്നത്തെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വലിയൊരു ന്യൂസ് ആണെന്ന് പറയുന്നത് ഇതാണ്: ബൈഡൻ ഡ്രോപ്സ് ഔട്ട് ഓഫ് റേസ്. ഇത് അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ തന്നെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. അമേരിക്ക പലതവണ ഭരിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ആണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. അതായത് Donald Trump, a Republican Party candidate, was announced in the last month, and Joe Biden was the official candidate of Democratic Party. But later, in a debate with Donald Trump, Joe Biden was actually
അണ്ടർ പെർഫോമിംഗ് എന്നും പറയാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുന്ന ഒരു ലാക്ലസ്റ്റർ പെർഫോമൻസ് ആയിരുന്നു. ഹി ഹാസ് ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്, ഡെമൻഷ്യ എക്സെട്ര. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് വിത്ഡ്രോ ചെയ്യണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ട് അദ്ദേഹം വിത്ഡ്രോ ചെയ്തു. അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ഇനി ഡെമോക്രാറ്റിക് പാർട്ടി വിൻ ചെയ്താലും ജോയ് ബൈഡൻ ആകത്തില്ല. കമലാ ഹാരിസ് ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി ആ കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. പക്ഷെ അത് ഡെമോക്രാറ്റിക് പാർട്ടി ഇതുവരെ എൻഡോഴ്സ് ചെയ്തിട്ടില്ല. എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബൈഡൻ അവർ എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞു. കമലാ ഹാരിസ് ഈസ് ആൻ ഇന്ത്യൻ ഒറിജിൻ വുമൻ. ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയപ്പോഴും ഒരു വുമനെ തോപ്പിച്ചാണ് അത് ഹിലാരി ക്ലിന്റൺ ആയിരുന്നു തോപ്പിച്ചത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ബംഗ്ലാദേശ് സുപ്രീം കോടതി സ്കെയിൽസ് ബാക്ക് ജോബ്സ് കോട്ട അമിഡ് അൺറസ്റ്റ് എന്ന് പറയുന്ന സംഭവം കാണാം. ഇന്ന് തൊട്ട് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സെഷൻ, ബഡ്ജറ്റ് നാളെയാണ് ഇന്ത്യയുടെ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് ബഡ്ജറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യും. ഓക്കെ, നാളെ ബഡ്ജറ്റാണ്. നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും. പിന്നെ ഇവിടെ വേറെ സ്റ്റേറ്റ്സ് പേജില് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇല്ല. BCI അതെന്താണെന്ന് പറഞ്ഞിരിക്കുക. BCCI അല്ല, BCI, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നവരാണ്. ലീഗൽ പ്രൊഫഷനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്നലത്തെ പത്രത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല. സൺഡേ ന്യൂസ് പേപ്പർ അല്ല, ഒരു കാഷ്വൽ റീഡിങ്ങിനുള്ള ന്യൂസ് പേപ്പറാണ്. ബംഗ്ലാദേശിലെ പ്രോബ്ലംസിനെ കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഫ്രണ്ട് പേജിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ അതിനടുത്ത പേജിലൊന്നും നമുക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. അതിനടുത്ത പേജില് അതും വേണ്ട, നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും അല്ല അതൊന്നും. അതിനടുത്ത പേജില് ആർമി ചീഫ് ജമ്മു ആൻഡ് കാശ്മീർ വിസിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ആർമിയുടെ ചീഫ് ആരാണ്? ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തത് ഉപേന്ദ്ര ദ്വിവേദിയാണ് ആർമി ചീഫ്. ജനറൽ എന്ന് മുന്നിൽ ചേർക്കണം. ജനറൽ ആണ് ആർമി ചീഫിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇസ് ദ ചീഫ് ഓഫ് ആർമി ആൻഡ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. അത് രണ്ടുപേരെ പേര് ഞാൻ പറയാൻ കാര്യം ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും പോസ്റ്റഡ് ആയത്. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ നേവൽ ചീഫ്. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി. അതേസമയത്ത് ഇന്ത്യയുടെ US അംബാസഡർ, US-ലേക്കുള്ള അംബാസഡർ ആയിട്ട് പഴയ ഫോറിൻ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്ത് വിനയ് ക്വാത്ര. അതേ ആക്ച്വലി റിട്ടയർ ആയതാണ്. റിട്ടയർ ആയിട്ട് ഗവൺമെന്റ് ഇങ്ങനെ പോസ്റ്റിംഗ് കൊടുത്തതാണ്. വിനയ് ക്വാത്ര ഇന്ത്യയുടെ അംബാസഡർ ടു US. വേറൊന്നുമില്ല അവിടെ. അതിനടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ HDFCയുടെ പ്രോഫിറ്റിനെ കുറിച്ചൊക്കെയാണ്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാങ്ക് ഇൻ ടൈംസ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് HDFC ആവുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെന്താണ്? പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ സയൻസ് പേജ്. അത് സൺഡേയിൽ വരുന്നൊരു പേജാണ്. വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. ഇതില് നമ്മൾ ഈ പേജിൽ FAQ പേജും സൺഡേയിൽ വരുന്നതാണ്. വിൽ ലോക്കൽ ജോബ് കോട്ടാസ് പാസ് ദ ലീഗൽ ടെസ്റ്റ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ടെസ്റ്റ് പാസ്സാവാൻ പോകുന്നില്ല. കാര്യം ഞാൻ നേരത്തെ ഒത്തിരി മുമ്പേ എഡിറ്റോറിയൽ പേജിന്റെ ഓപ്പോസിറ്റ് പേജ് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞതിൽ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻസിനെ കുറിച്ച്. അപ്പൊ ഈ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ കോടതിയിൽ പോയാൽ ഉറപ്പായിട്ട് തള്ളപ്പെടും. പിന്നെ ഒരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പൊളിറ്റിക്സ് ആണ്. ഇത് തള്ളപ്പെടുന്ന കാര്യം ഇവർക്കും അറിയാം. അത് അറിഞ്ഞിടാത്തവരല്ലല്ലോ നമ്മളെ ലോ മേക്കേഴ്സ്. ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ലോ മേക്കേഴ്സിന് പോലും കുറച്ചു കാലം പാർലമെന്റിലോ നിയമസഭയിലോ പോയി ഇരിക്കുമ്പോൾ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറെ പ്രൊവിഷൻസ് മനസ്സിലാവും. അതുകൊണ്ട് അറിഞ്ഞിടാത്തവരല്ല അവരാരും. ഇത് ജസ്റ്റ് എന്താ പറയുന്ന ആൾക്കാരെ കണ്ടിപ്പിടിയിലുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പം ലോക്കൽ ജോബ് കോട്ടാസ് പാസ് ദ ലീഗൽ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം അതിൽ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ജെൻഡർ ഗ്യാപ്പ്, എഡ്യൂക്കേഷനിൽ ജെൻഡർ ഗ്യാപ്പിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ന്യൂസ്, ഇതൊരു ആർട്ടിക്കിൾ വരാൻ കാര്യം വേൾഡ് എക്കോണമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്. ഇത് ആരാ ഉണ്ടാക്കുന്ന?
വേൾഡ് എക്കോണമിക് ഫോറം, WEF എന്ന ഷോർട്ട് ഫോമിൽ എഴുതുന്ന വേൾഡ് എക്കോണമിക് ഫോറം. ആ റാങ്കിങ്ങിൽ ഇന്ത്യ വളരെ പുവർ ആയിട്ടാണ് പെർഫോം ചെയ്തത്. 146 കൺട്രീസ് ടോട്ടൽ ഉള്ളതിൽ ഇന്ത്യയുടെ റാങ്ക് 129 ആണ്, വളരെ മോശമാണ്. അപ്പൊ ഈ ജെൻഡർ പാരിറ്റി ഇന്ത്യയിൽ ഭയങ്കര മോശമാണ്. ആ ജെൻഡർ പാരിറ്റിക്കകത്ത് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൽ ജെൻഡർ പാരിറ്റി ഇല്ലായ്മയാണ്. അപ്പൊ അതുകൊണ്ടാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ജെൻഡർ ഇക്വാലിറ്റി എങ്ങനെയാണെന്നൊരു ആർട്ടിക്കിൾ വന്നത്. ഓക്കെ, അപ്പൊ അത് ബെറ്റർ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ റാങ്കിങ് ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ കൂടിയതായിരുന്നു. പിന്നെ പ്രൊഫൈൽസ് എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാ സൺഡേയിലും വരുന്നതാണ്. JD വാൻസിനെ കുറിച്ച്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആവാൻ പോകുന്ന ആൾ. കാര്യം ട്രംപ് ജയിച്ചാൽ, ഇനി കമലാ ഹാരിസ് വരുമ്പോ അവർ ജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈഡനെതിരെ ട്രംപിന്റെ വിജയം ഉറപ്പായിരുന്നു. ജയിച്ചാൽ JD വാൻസ് ആയിരിക്കും വൈസ് പ്രസിഡന്റ്. പോൾ കഗാമെ ആരെന്ന് അറിഞ്ഞിരിക്കുക, റുവാണ്ടയുടെ പ്രസിഡന്റ് ആണ്. വർഷങ്ങളായിട്ട് റുവാണ്ടയുടെ പ്രസിഡന്റ്. റുവാണ്ട ഈസ് ആൻ ആഫ്രിക്കൻ നേഷൻ. റുവാണ്ട ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്. അതിന്റെ പ്രസിഡന്റ് വർഷങ്ങളായിട്ട് പോൾ കഗാമയാണ്. അദ്ദേഹം വീണ്ടും അവിടെ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. പോൾ കഗാമെ, PAULKAGAME. പിന്നെ ക്രൗഡ് സ്ട്രൈക്കിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഞാൻ ഹിന്ദുവിൽ ഇന്നത്തെ ആദ്യം ഡിസ്കസ് ചെയ്ത ക്രൗഡ് സ്ട്രൈക്കിനെ കുറിച്ചാണ്. സെക്യൂരിറ്റി സൊല്യൂഷൻ പ്രൊവൈഡർ ഓഫ് മൈക്രോസോഫ്റ്റ്, അവരെ ഫാൽക്കൺ സിസ്റ്റത്തിലുണ്ടായ പ്രോബ്ലം മൂലമാണ് ലോകം മുഴുവൻ കുറെ പ്രോബ്ലം ഉണ്ടായത്. അപ്പൊ ആ ക്രൗഡ് സ്ട്രൈക്കിനെ കുറിച്ച്. പിന്നെന്താണ് ഇപ്പൊ നമ്മളുടെ ഇന്റർനാഷണൽ പേജിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്പോർട്സ് പേജിലും അതുപോലെ തന്നെയാണ്. വിജയ് അമൃതരാജും ലിയാൻഡർ പേസും ടെന്നീസിന്റെ ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ടെന്നീസ് പ്ലേയേഴ്സിനെയാണ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ടെന്നീസ് ഹിസ്റ്ററിൽ ആദ്യമായിട്ടാണ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് രണ്ടുപേർ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന് ലിയാൻഡർ പേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ കേട്ടിട്ടില്ലാത്തൊരു പേര് ഇതായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ ലെജൻഡറി ടെന്നീസ് പ്ലെയർ ആണ് വിജയ് അമൃതരാജ്. പിന്നെ ടൂർ ഡി ഫ്രാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്. വേൾഡ് ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ടൂർ ഡി ഫ്രാൻസ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങൾ തന്നെ എന്തെങ്കിലും കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.